ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കള്ളപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ 4 കപ്പ് അരി കുതിർക്കാൻ എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചതിന് ശേഷം ഞാൻ നമ്മൾ അരി അരച്ച് വെക്കുന്നുണ്ട്. അരി ഞാൻ പപ്പാതിയാണ് എടുത്തിരിക്കുന്നത്. പകുതി എടുത്ത് ഒറ്റ ട്രിപ്പിൽ കൊള്ളാത്തതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ച് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത്, നമ്മൾ വെള്ളയപ്പത്തിനായതുകൊണ്ട്. എന്നിട്ട് ഞാൻ ബാക്കി ഒരു 1.5 മുറി തേങ്ങ ചുരട്ടിയതും 1 ടീസ്പൂൺ ജീരകവും, ഒരു 6-7 നമ്മുടെ കൊച്ചുള്ളിയും, 1 ടീസ്പൂൺ ജീരകവും, ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും, ആവശ്യത്തിന് വെള്ളം. ഒരുപാട് വെള്ളമാകുമ്പോൾ നമ്മൾ അല്പം കട്ടിക്ക് നമ്മൾ എടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കി വെച്ചതിന് ശേഷം ഒരു 5-8 മണിക്കൂർ നമ്മൾ അത് കുതിരാനായിട്ട് ആകാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ തലേദിവസം അരച്ച് വെച്ചാണ്, നല്ല ബബിൾസൊക്കെ ഉണ്ട്. അതിന് ശേഷം ഞാൻ ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളക്കി എടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ബബിൾസ് എല്ലാം പോയതിന് ശേഷം അതിന് ശേഷം നമ്മൾ അപ്പം നല്ലവണ്ണം നമ്മൾ ചുട്ടെടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ തൂകിയിട്ട് വേണം വെള്ളയപ്പം എടുക്കാൻ. നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണയിലാണ് പുരട്ടുന്നത്. നല്ലവണ്ണം മൂത്തതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ നല്ലവണ്ണം ചുട്ടെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പമാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.